സോഷ്യൽ മീഡിയയിൽ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന ഇയാളുടെ യഥാർത്ഥ പേര് രാജൻ ബാബു എന്നാണ്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചിരുന്ന ആളാണ് ഇയാൾ, ഓട്ടോ ഡ്രൈവർ. ഓട്ടോയുടെ പേരാണ് മുരാരി, പിന്നെ അതേ പേരാണ് സ്വന്തം പേരാക്കി മാറ്റിയത്. അങ്ങനെ മുരാരി തന്ത്രിയായി. ഇയാൾ മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഔദ്യോഗിക പേര് മുരാരി ആയിരുന്നു, പിന്നീട് സ്കൂൾ ചേർത്തപ്പോൾ ആ സമയത്തിട്ട പേരാണ് രാജൻ ബാബു എന്നൊക്കെ. എന്തായാലും ഇൻസ്റ്റഗ്രാമിലൂടെ റീൽസിലൂടെ വൈറലായ ഈ മുരാരി തന്ത്രിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ അടുത്തിടെ 24 ന്യൂസിലെ നമ്മൾ തമ്മിൽ പോലുള്ള പരിപാടികളിലൊക്കെ മെയിൻ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇയാൾ. എന്നാൽ ഇയാൾ ഇപ്പോൾ പോക്സോ കേസ് അറസ്റ്റിലായിരിക്കുകയാണ്. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കാൻ എന്ന വ്യാജനാമത്തിൽ പൂജാ റൂമിലേക്ക് വിളിച്ചു വരുത്തി അമ്മയെ പുറത്തിരുത്തിയ ശേഷം കുട്ടിയെ അകത്തേക്ക് മാത്രം വിളിച്ചു വരുത്തി പൂജ ചെയ്യാനെന്ന് പറഞ്ഞ് തൊട്ടടുത്ത റൂമിലേക്ക് കൊണ്ടുപോയ ഇയാൾ അവിടെ വെച്ച് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. കുട്ടി അലറി വിളിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ അവളുടെ തല ഭിത്തിയിൽ ഇടിച്ചതായും അതിന്റെ രക്തക്കറ ഇപ്പോഴും ആ ഭിത്തിയിൽ കാണാനാകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കുട്ടി പുറത്തേക്ക് ഓടി അമ്മയോട് സംഭവം പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. പ്രശ്നം വലുതാകുമെന്ന് മനസ്സിലാക്കിയ ഈ തന്ത്രി വീട്ടിന്റെ പിന്നിലൂടെ വഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടു. എന്തായാലും ഇപ്പോൾ പോലീസ് ഇയാളെ പിടികൂടിയിട്ടുണ്ട്. കൊട്ടാരക്കര ശാസ്താംകോട്ട പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഫോൺ ഓൺ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ കണ്ടുപിടിച്ചത്. ഏതായാലും ഇയാളെ പോലീസ് പിടിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൽ ഇയാളുടെ പേര് VS മുരാരി തന്ത്രി എന്ന പേരിലാണ്. ഇയാൾ എങ്ങനെയാണ് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്? മുസ്ലിം ഗാനങ്ങൾ വെച്ച് ഒരു തന്ത്രി റീൽ ചെയ്യുന്നു. വൈറലാകാൻ ഇതിലപ്പുറം വേറൊന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നുണ്ട് ലവ് വിത്ത് കുലശ്രീ പോലുള്ള ട്രെൻഡിങ് പാട്ടുകൾ ഉപയോഗിച്ചു കാലത്തിനനുസരിച്ച് മൂവ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ശ്രദ്ധ നേടുക. ആദ്യകാലത്ത് ട്രോളൊക്കെ കിട്ടിയെങ്കിലും ഈ വയനാട് മണ്ണിടിച്ചിലിന്റെ സമയത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി. സാധനങ്ങൾ തലയിൽ കയറ്റി, വണ്ടിയിൽ കയറ്റി, ഇതൊക്കെ ചിത്രീകരിച്ചതോടെ പബ്ലിസിറ്റി പൂർണ്ണമായി കൈവശത്താക്കി. എന്തായാലും എല്ലാ മലയാളികളും വീഴുന്ന ഒരു നല്ല ട്രാപ്പാണ് ചാരിറ്റി. ചാരിറ്റി ചെയ്യുന്നവൻ 916 നല്ലവനാണെന്നാണ് എല്ലാവരുടെയും പൊതുവെയുള്ള ഒരു ധാരണ. ഇതാണ് ഇയാൾ പൂർണ്ണമായി ഉപയോഗിച്ചത്. ഇയാളുടെ കുറെ ഫേക്ക് പ്രവചനങ്ങളും ഉണ്ടായിരുന്നു. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് അർജുനെ കാണാതായപ്പോൾ ഇയാൾ നടത്തിയ ചില പ്രവചനങ്ങളുണ്ട്. എല്ലാം പാളിപ്പോയി. ഇന്ന് രാവിലെ 11:37 മുതൽ നാളെ ഉച്ചക്ക് 12:17 അർജുനെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടെത്തിയില്ല. അതിനുശേഷം വേറൊന്നുണ്ട്, അർജുൻ വെള്ളത്തിലുണ്ട് പക്ഷേ ജീവനോടെ തിരിച്ചു വരുന്നു, അതും പറഞ്ഞു. അതും ചീറ്റിപ്പോയി. എന്തായാലും ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് അറ്റൻഷൻ നേടാൻ വേണ്ടിയിട്ടാണ് ഇയാള് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കൊട്ടാരക്കരയിൽ ഓട്ടോ ഓടിച്ചിരുന്ന രാജൻ ബാബു ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളുടെ പൂജാ സെറ്റപ്പ് തന്നെ വലിയ സംശയാസ്പദമാണ്. പൂജാമുറിക്ക് ചേർന്ന മറ്റൊരു റൂമുണ്ട്. കിടക്ക, അടച്ച വാതിലുകൾ എല്ലാം കണ്ടാൽ തന്നെ ഒരു ദുരുദ്ദേശം വ്യക്തമാണ്. സംഭവശേഷം പുറത്തു വന്ന വീഡിയോയിൽ ആ റൂമിലെ രക്തക്കറകൾ വരെ കാണാൻ പറ്റുന്നു. ഇത് ആദ്യത്തെ ഒരു സംഭവം മാത്രമല്ല. മുന്നേ ഒരു ക്ഷേത്രത്തിൽ പൂജാരി എന്നൊക്കെ നടിച്ചിട്ട് ഏകദേശം 45 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഇയാൾക്കെതിരെ ഒരു റിപ്പോർട്ടുണ്ട്. 430 ക്ഷേത്രത്തിലെ തന്ത്രിയാണെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷെ ഒന്നിലും ഒരു തെളിവില്ല. ഇയാൾ കാണിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അയാൾക്ക് കാറുകളുണ്ട്, വാച്ചുകൾ, റോളക്സ് ഉണ്ട്. റോളക്സുകളൊക്കെ ദുബായിൽ നിന്നും മറ്റൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെയാണ് അവകാശവാദം. ഈ ഇന്റർവ്യൂവിൽ കാണിക്കുന്ന വാച്ചുകളുടെ ഗുണനിലവാരം പോലും സംശയാസ്പദമാണ്. എല്ലാം ഒരു ഷോ ഓഫ്, ആളുകളുടെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു തന്ത്രം. പാരമ്പര്യത്തിന്റെ പേരിൽ പഴയ റേഡിയോ, കാസറ്റ് പ്ലെയർ, സ്റ്റൂള്, കസേര ഇതെല്ലാം വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഒരു പാരമ്പര്യവും ഇയാൾക്കില്ല. ഏതായാലും ഇപ്പോ കേസ് നടക്കുകയാണ്. കുട്ടിക്ക് സംഭവിച്ചത് എന്തെന്ന് നിയമം തെളിയിക്കും. പക്ഷെ നമ്മൾ കണ്ട തെളിവുകളും റിപ്പോർട്ടുകളും കണ്ടാൽ കേസ് വളരെ ഗുരുതരമാണ്. ഇങ്ങനെയുള്ള വ്യാജ തന്ത്രിമാരും കപട ആൾക്കാരും കുടുങ്ങണം. ഇതൊരു കേസ് മാത്രമായിരിക്കില്ല, ഇനിയും പലതും പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.